श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम राम सीताभिराम जय। श्रीराम राम राम लोकाभिराम जय। श्रीराम राम राम लोकाभिराम जय। ശ്രീരാമ അഭിഷേകം മുടങ്ങും എന്നറിഞ്ഞപ്പോൾ അത്യധികമായ ക്രോധത്തോടെ നിന്ന ലക്ഷ്മണനെ ശ്രീരാമചന്ദ്രൻ സാന്ത്വനിപ്പിക്കുന്നതാണ്, താത്വികമായ ഉപദേശങ്ങൾ കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ശരിക്കും ഭഗവാൻ ഗീതയിൽ അർജുനന് കൊടുത്തതുപോലെ ഒരു ഉപദേശമാണ് ഇവിടെയും ഭഗവാൻ കൊടുക്കുന്നത്. ലക്ഷ്മണോപദേശം. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം. സുമിത്രയുടെ മകനെ എന്നാണ് വിളിക്കുന്നത്. കാരണം സുമിത്ര സ്വാഭാവികമായിട്ട് വളരെയധികം പക്വതയുള്ള ഒരു സ്ത്രീരത്നമാണ്. അതുകൊണ്ട് തന്നെ ആ സുമിത്രയുടെ മകനായിട്ടുള്ള ലക്ഷ്മണ, നീ ആ അമ്മയുടെ ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം എന്നുകൂടെയാണ് ഇവിടെ ഈ ഒരു സൗമിത്രേ എന്ന വിളിയിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പറയുന്നു, ആദ്യം മത്സരബുദ്ധി വെടിയുക. കാരണം നമ്മൾ ഒരാളോടൊരു കാര്യം പറഞ്ഞാൽ അവരുടെ മനസ്സിൽ അത് കുറിക്ക് കൊള്ളണമെങ്കിൽ, അവർക്കത് ജീവിതത്തിൽ പകർത്താൻ സാധിക്കണമെങ്കിൽ, അവരുടെ ഉള്ളിൽ അപ്പോഴുണ്ടാകുന്ന ആ ഒരു മാലിന്യം, അത് അഹങ്കാരമാകാം, ക്രോധമാകാം, മത്സരബുദ്ധിയാകാം, ഇതിനെയൊക്കെ എടുത്ത് പുറത്ത് കളയണം. എന്നിട്ട് വേണം ഉപദേശം കേൾക്കാൻ. അപ്പോൾ അതാണ് ആദ്യം തന്നെ പറയുന്നത്, മത്സരം ആദ്യം വെടിയുക, എന്നിട്ട് എന്നുടെ വാക്കുകൾ നീ കേൾക്കുക. ആദ്യം തന്നെ ഭഗവാൻ പറയുന്നു, നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നിത് മുന്നമേ ഞാനടോ. ഇവിടെ ലക്ഷ്മണൻ ആരാണെന്ന ആ ഒരു ദൈവീകമായ രീതിയിലെ അർത്ഥം എടുക്കാം, അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ആരാണ് നീ എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്നെടുക്കാം. അതല്ലാതെ തത്വം എന്ന് വെച്ചാൽ ഒരാളെ പൂർണ്ണമായും മനസ്സിലാക്കുക. ഇപ്പൊ പരമാത്മ തത്വം അറിയുക എന്ന് വെച്ചാൽ ആ പരമാത്മാവിനെ കുറിച്ചുള്ള സത്യത്തെ മനസ്സിലാക്കുക. ഇതേപോലെ നിന്നുടെ തത്വം എനിക്കറിയാം എന്ന് വെച്ചാൽ നിന്നെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നു ലക്ഷ്മണ. അതുകൊണ്ട് തന്നെ നിന്നുള്ളിൽ എപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും ഇതെല്ലാം എനിക്കറിയാം. എനിക്ക് വേണ്ടി എന്നതുപോലെയാണ് നീ ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ എന്നൊക്കെ എനിക്കറിയാം. നിന്നാൽ അസാധ്യമായില്ല ഒരു കർമ്മവും, അതും എനിക്കറിയാം. ഇപ്പോൾ നീ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് വളരെ എളുപ്പം സാധിക്കാവുന്നതേ ഉള്ളൂ, അതും എനിക്കറിയാം. നിർണയമെങ്കിലും ഇതൊക്കെയാണെങ്കിലും ഒന്നിത് കേൾക്ക നീ. ഞാൻ ഈ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും, ദൃശ്യം പിന്നീട് ദ്രഷ്ടാവ്, ഇങ്ങനെ രണ്ടാണുള്ളത്. കാണുന്നയാൾ, കാണപ്പെടുന്ന വസ്തുക്കൾ. അപ്പോൾ ദ്രഷ്ടാവ് സത്യമാണ്. ദ്രഷ്ടാവ് എന്നാൽ നമ്മുടെ ഉള്ളിലെ ആ സത്യവസ്തു ഈശ്വരനാണ് ഈ ലോകത്തെ കാണുന്നത്. കണ്ണിലൂടെ കാണുന്നതും മൂക്കിലൂടെ മണക്കുന്നതും എല്ലാം നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിക്കുന്നതൊക്കെ ആ ഭഗവാനാണ്. ദ്രഷ്ടാവായിട്ടിരിക്കുന്ന ഭഗവാൻ മാത്രമാണ് സത്യം. ആ ദ്രഷ്ടാവ് കാണുന്ന ദൃശ്യങ്ങളൊക്കെ വെറും ഭ്രമമാണ്. അതാണ് ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും ഈ വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിൽ
ഏതത് പ്രയാസം തവ. ഇപ്പോൾ നീ എന്തിനാണോ ഒരുങ്ങി പുറപ്പെട്ടത്, ഇതിനെയൊക്കെ അച്ഛനെ ബന്ധിച്ച് ഭരതനെയോ അതുപോലെ തന്നെ എതിർക്കാൻ വരുന്നവരെയൊക്കെ കൊന്നിട്ട് ഞാൻ ജ്യേഷ്ഠന് ഈ രാജ്യം തരാം എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതൊക്കെ എത്ര കാലം ഉണ്ടാകും ലക്ഷ്മണ? ഈ ധനം ധാന്യം ഇതൊക്കെ അനുഭവിക്കാൻ ഒരു ആരോഗ്യം കൂടെ വേണ്ടേ, ആയുസ് വേണ്ടേ? അപ്പോൾ നീ എനിക്ക് നേടിത്തരും എന്ന് പറയുന്ന ഈ ഒരു രാജ്യം എത്ര കാലം അനുഭവിക്കാൻ സാധിക്കും? അതാണ് രാജ്യം, ദേഹം, ഈ വിശ്വം പോലും, ഒപ്പം നിശേഷ ധാന്യം, ധനാദികൾ ഇവയൊക്കെ സത്യമായിരുന്നുവെങ്കിൽ, അതായത് ഇതൊക്കെ എല്ലാ കാലത്തും നമ്മൾ ആഗ്രഹിക്കുന്നിടത്തോളം ഇതൊക്കെ അനുഭവിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ, ഏതത് പ്രയാസം, നീ ഇപ്പോൾ ശ്രമിക്കുന്ന ഈ ഒരു കാര്യം, അതായത് ഇതിനെയൊക്കെ ഞാൻ തടവിലാക്കിയിട്ട് എൻ്റെ ആ ഒരു കയ്യൂക്ക് കൊണ്ട് ഞാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞല്ലോ, നിന്റെ ആ പരിശ്രമം അത് യുക്തമായിരുന്നു, അത് ശരിയായിരുന്നു. അതായത് ഇതൊക്കെ എന്നും എക്കാലത്തും നിലനിൽക്കുമെങ്കിൽ നീ ഈ പറയുന്നത് പോലെ എനിക്കിതൊക്കെ നേടിത്തന്നാൽ, ഞാൻ ആഗ്രഹിക്കുന്നിടത്തോളം എനിക്കിതൊക്കെ അനുഭവിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ശരി, ഞാനും സമ്മതിച്ചേനെ. പക്ഷേ അതല്ല എങ്കിൽ, അങ്ങനെ അല്ല സംഭവിക്കുക എങ്കിൽ എന്തതിനാൽ ഫലം? പിന്നെ എന്ത് ഫലമാണ് ലക്ഷ്മണ ഉള്ളത്? നമ്മൾ ആഗ്രഹിക്കുന്നിടത്തോളം നമ്മൾ വെട്ടിപ്പിടിച്ചത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഈ വെട്ടിപ്പിടിച്ചതും ഇങ്ങനെയൊക്കെ ഓടി നടന്ന് ധനം സമ്പാദിക്കുന്നതൊക്കെ എന്തിനാണ്? ഒന്ന് ആലോചിച്ചു നോക്കണം. അതാണ് ഇവിടെ ഭഗവാൻ ആദ്യം തന്നെ ചോദിക്കുന്നത്. ഇങ്ങനെ വെട്ടിപ്പിടിച്ചതൊക്കെ എത്ര കാലം നീ അനുഭവിക്കും? നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. കാരണം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം. ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സുഖഭോഗങ്ങളും ക്ഷണപ്രഭാചഞ്ചലം, കൊള്ളിയാൻ മിന്നുന്നത് പോലെ, ഒരു മിന്നായം പോലെ അങ്ങ് മാഞ്ഞു പോകുന്നതാണ് ഈ ലോകത്തെ എല്ലാ സുഖഭോഗങ്ങളും. നമ്മൾ അനുഭവിക്കുമ്പോൾ തോന്നും ഞാനിത് ഒരുപാട് കാലം ഇങ്ങനെ അനുഭവിക്കുമെന്ന്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു അനുഭവ കാലം കഴിഞ്ഞ് നമ്മൾ അത് ആലോചിക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് പോയത് എന്ന് നമ്മൾ തന്നെ പറയാറുണ്ട്. വേഗേന നഷ്ടമാം ആയുസ്സുമോർക്ക നീ. ഇതൊക്കെ അനുഭവിക്കണമെങ്കിൽ ആയുസ്സും വേണ്ടേ? അതും വളരെ പെട്ടെന്ന് അതും ഇല്ലാതെയാകും. വന്നി സന്തപ്ത ലോഹസ്ഥ അമ്പുബിന്ദുന. വന്നി സന്തപ്തം, വന്നി അഗ്നിയാൽ സന്തപ്തം, അങ്ങനെ ചുട്ടുപഴുത്ത് നിൽക്കുന്ന ഒരു ലോഹത്തിൻ്റെ ലോഹസ്ഥാംബു, ആ ലോഹത്തിൽ ഒരു തുള്ളി വെള്ളം വീണാൽ, അമ്പുബിന്ദുന, അങ്ങനെ ഒരു തുള്ളി വെള്ളം വീണാൽ എത്ര നേരം നിൽക്കും? ഇതേപോലെയാണ് ഇത് സന്നിഭം എന്നാൽ ഇതുപോലെയാണ് മർത്യജന്മം ക്ഷണഭംഗുരം. ഇന്ന് ഞാൻ നാളെ നീ എന്നൊക്കെ പറയുന്നു. അതുപോലെ പൂന്താനം പറഞ്ഞിട്ടുണ്ട്, കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ. ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല. ഇന്ന് കണ്ടവർ ആരൊക്കെ നാളെ ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. അപ്പൊ അതാണ് പറയുന്നത്, ഇത്രയും നിസ്സാരമാണ്, എപ്പോഴാണ് നമ്മുടെയൊക്കെ മരണം എന്ന് ആരും അറിയുന്നില്ല. അപ്പോൾ അതിന് മറ്റൊരു ഉദാഹരണം കൂടെ പറയുന്നു. ചക്ഷുശ്രവണകളസ്ഥമാം ദർദുരം. ചക്ഷുശ്രവണം എന്നാൽ പാമ്പ്. പാമ്പിന് അങ്ങനെ ഒരു പേര് വരാൻ കാരണം ചക്ഷു, പാമ്പിൻ്റെ കണ്ണുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമുക്കൊക്കെ ചെവി എവിടെയാണോ ഏകദേശം ആ സ്ഥലത്താണ് പാമ്പിൻ്റെ കണ്ണുകൾ. അപ്പോൾ ആ ചെവിയുടെ സ്ഥലത്ത് ചക്ഷു, കണ്ണുള്ളവൻ എന്നതുകൊണ്ടാണ് ചക്ഷുശ്രവണം പാമ്പ്. അപ്പം ആ പാമ്പിൻ്റെ ഗളസ്ഥം, അതിൻ്റെ ആ വായിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു ദർദുരം, തവള.
അപ്പം ആ തവളയുടെ ഏകദേശം വയറ് ഭാഗം വരെ പാമ്പിൻ്റെ വായിലാണ്. എന്നിട്ടും ആ തവളയുടെ മുന്നിൽ കൂടെ ഏതെങ്കിലും ഒരു പ്രാണി പറന്നു പോയാൽ ആ തവള തൻ്റെ നാവിങ്ങനെ നീട്ടിയിട്ട് അതിനെ പിടിക്കാൻ നോക്കും. അതായത് ഏത് നിമിഷവും താനില്ലാതെയാകും, എന്നിട്ട് പോലും തൻ്റെ ആഗ്രഹങ്ങൾക്കൊരു കുറവുമില്ല. അങ്ങനെയുള്ള ആ ദർദുരം ആ തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ അപ്പോഴും താൻ ഇപ്പോൾ തന്നെ ഒരു പാമ്പിൻ്റെ വായയിലാണെന്നും താൻ ഏത് നേരവും കൊല്ലപ്പെടാം എന്ന് പോലും ചിന്തിക്കാതെ അപ്പോഴും തനിക്കെന്താ കിട്ടുക എന്ന് ചിന്തിക്കുന്ന ഒരു തവളയെപ്പോലെ കാല അഹിന, അഹി പാമ്പ്, ഇവിടെ കാലമാകുന്ന പാമ്പ്, ആ സർപ്പത്തിൻ്റെ വായിലാണ് പരിഗ്രസ്തമാം ലോകവും. ആ കാലമാകുന്ന പാമ്പിൻ്റെ വായയിൽ നമ്മളൊക്കെ ഏത് ഭാഗം വരെ ആയിന്ന് നമുക്കറിയില്ല. ചിലവരുടെ കാൽഭാഗമായിരിക്കാം, ചിലവരുടെ അരഭാഗമായിരിക്കാം, ചിലവരുടെ ഏകദേശം തലയുടെ അടുത്തെത്തിയിട്ടുണ്ടാവും. അതൊന്നും നമ്മൾ അറിയുന്നില്ല. അങ്ങനെ പരിഗ്രസ്തം, ആ കാലമാകുന്ന പാമ്പിനാൽ പിടിക്കപ്പെട്ട ഈ ലോകം ഇതൊന്നും അറിയാതെ ആലോലചേതസ, ഇളകുന്ന മനസ്സോടുകൂടിയിട്ട്, ചഞ്ചലമായ മനസ്സോടുകൂടി ഭോഗങ്ങൾ തേടുന്നു. ഒരിക്കലും തീരാത്ത ആഗ്രഹങ്ങൾക്ക് പുറകെ മനുഷ്യൻ ഓടി നടക്കുന്നു. ഇനി ഇതൊക്കെ ആർക്കു വേണ്ടിയാണ്? പുത്ര മിത്ര അർത്ഥ കളത്രാദി സംഗമം, ഇവയൊക്കെ പരിപാലിക്കുകയാണ് ജീവിത ലക്ഷ്യം. ഇങ്ങനെയാണ് എല്ലാവരുടെയും ചിന്ത. ചെറുപ്പം മുതൽ നമ്മളോടൊരു ജീവിത ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം പറയുന്നത് ജോലിയാണ്. ഈ ജോലി കിട്ടണം എന്നൊക്കെ ചിന്തിക്കുന്നത് കേൾക്കുമ്പോൾ വിചാരിക്കും ആ ജോലിയോടുള്ള ആത്മാർത്ഥതയാണെന്ന്. അതൊന്നുമല്ല. എത്രത്തോളം നല്ല സ്റ്റാറ്റസ് ഉള്ള, നല്ല ശമ്പളമുള്ള ജോലി കിട്ടുമോ അതിനോടാണ് ആളുകൾക്ക് ആഗ്രഹം. അപ്പം ഇതൊക്കെ എന്തിനാണ്? നന്നായിട്ട് ജീവിക്കണം, നല്ലൊരു കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ച് പിന്നീട് നല്ല മക്കളുണ്ടാകണം, അവർക്ക് വേണ്ടി അർത്ഥം സമ്പാദിക്കണം. അതാണ് പുത്ര അർത്ഥ കളത്രം. കളത്രം ഭാര്യ, തിരിച്ചും പറയാം, ഭാര്യയ്ക്ക് ഭർത്താവും, സ്ത്രീക്ക് പുരുഷനെയും, സ്ത്രീ പുരുഷനെയും ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഇവരുടെ ഈ ഒരു സംഗമം, ഇതൊക്കെയാണ് കുടുംബം. ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, ഇങ്ങനെയാണ് എല്ലാവരും പറയുക. പക്ഷേ ഈ സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ, ഇതൊക്കെ കുറച്ചു കാലത്തേക്കാണ്. നേരത്തെ പറഞ്ഞതുപോലെ ജീവിച്ചു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനിയും എത്ര കാലമുണ്ട്, എൻ്റെ കുട്ടികളൊക്കെ ചെറുതാണല്ലോ, അവർ വളർന്നു വലുതായി. എന്നാൽ അവർ വളർന്നു വലുതായി കഴിഞ്ഞ് നമ്മൾ പുറകോട്ടൊന്ന് ആലോചിച്ചു നോക്കുമ്പോൾ അയ്യോ എത്ര പെട്ടെന്നാണ് കാലം കടന്നു പോയത് എന്ന് നമ്മൾ ഓർക്കും. അതാണ്, ഇതൊക്കെ അല്പകാലത്തേക്കാണ്. ഇനി അതിനൊരു ഉദാഹരണം പറയുന്നു. ഈ കുടുംബം എന്നൊക്കെ പറയുന്നത് എൻ്റെ എന്നൊക്കെ നമ്മുടെ വെറും തോന്നലാണ്. ഇത് പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. പാന്തർ, പണ്ടത്തെ കാലത്ത് ആളുകൾ ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് നടന്നിട്ടാണ് പോവുക. അപ്പോൾ രാത്രി ആവുമ്പോൾ അങ്ങനെയുള്ളവർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് പെരുവഴി അമ്പലങ്ങൾ. അപ്പോൾ അവിടെ അത്യാവശ്യം രാത്രി കഴിഞ്ഞുകൂടാനുള്ള ഒരു ചെറിയൊരു കിടക്കാനുള്ള സൗകര്യവും അത്യാവശ്യം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം, ഒരുപക്ഷെ പലരും അവനവന് വേണ്ടുന്ന ഭക്ഷണ പൊതികളൊക്കെ ആയിട്ടാണ് പോവുക. അപ്പോൾ അതൊക്കെ കഴിച്ച് അവിടെ ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ യാത്ര ചെയ്ത് താന്തരായിട്ട്, അതായത് ക്ഷീണിതരായി വിശ്രമിക്കാനായിട്ട് അവിടെ ആ പെരുവഴി അമ്പലത്തിൽ വന്നെത്തി കഴിയുമ്പോൾ തീർച്ചയായും രാത്രിയിൽ ഇങ്ങനെ കുറച്ചു പേരിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ സംസാരമുണ്ടാകും, വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ്, അപ്പോൾ ഒരു ചെറിയൊരു അടുപ്പം എല്ലാവരും തമ്മിലുണ്ടാകും. എന്നാലോ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ എല്ലാവരും അവരവരെ വഴിക്ക് പോകും. താന്തരായി പിന്നീട്
അതായത് ക്ഷീണം തീർന്നു കഴിഞ്ഞാൽ വിയോഗം വരും പോലെ അവരൊക്കെ ഓരോ വഴിക്ക് പോകും. ഇനി മറ്റൊരു ഉദാഹരണം പറയുന്നു. നദ്യാം ഒഴുകുന്ന, നദിയിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്ന കാഷ്ഠങ്ങൾ പോലെയും, മരത്തടികൾ ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ചില സമയത്ത് ചില മരത്തടികൾ ഇങ്ങനെ ഒരുമിച്ചൊഴുകും കുറേ നേരം. എന്നാൽ പെട്ടെന്നൊരു ഒഴുക്കിൽ അല്ലെങ്കിൽ ആ ഒഴുക്കിൻ്റെ ഗതി മാറുന്ന സമയത്ത് വീണ്ടും ഈ മരത്തടികൾ പലയിടത്തായിട്ട് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും. ഇതുപോലെയും എത്രയും ചഞ്ചലം, ഒട്ടും സ്ഥിരതയില്ലാത്തതാണ് ആലയ സംഗമം. ഈ കുടുംബം എന്നൊക്കെ പറയുന്നത്, ഒരുമിച്ചിരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ വളരെ കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നു എപ്പോഴും ഇതുപോലെ വേണമെന്ന്. പക്ഷേ അതൊരിക്കലും സംഭവിക്കുന്നില്ല. കാരണം ഒരു പ്രായം കഴിഞ്ഞാൽ മക്കളും ആഗ്രഹിക്കുന്നു ഒരു സ്വാതന്ത്ര്യം. അപ്പോൾ എല്ലാവർക്കും വേണ്ടത് സ്വാതന്ത്ര്യമാണ്. അപ്പം അച്ഛനമ്മമാർ എങ്ങനെയൊക്കെ കൊടുക്കും എന്ന് പറഞ്ഞാലും മക്കൾ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം അവർക്കൊരിക്കലും അച്ഛനമ്മമാർക്ക് ആ ഒരു രീതിയിലേക്ക് ചിന്തിച്ച് കൊടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. ഇതുപോലെ നേരെ തിരിച്ചും. അപ്പോൾ ഇതൊരു തുടർച്ചയായിട്ടിങ്ങനെ ആ അച്ഛനമ്മമാർ അവരുടെ അച്ഛനമ്മമാരിൽ നിന്ന് വേർപെട്ട് വന്നതാണ്. അപ്പോൾ ഈ അച്ഛനമ്മമാരിൽ നിന്ന് അവരുടെ മക്കളും വേർപെട്ടു പോകും. പിന്നെ ഈ അച്ഛനമ്മമാരിൽ നിന്ന് ഒരാൾ വേർപെട്ടു പോകും. ഇങ്ങനെ എല്ലാ സംയോഗങ്ങളും പിന്നീട് വിയോഗത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന സത്യമറിയാതെയാണ് നമ്മളെല്ലാവരും ആ ഒരു സംഘം, ഇത് എൻ്റെ മക്കൾ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ എന്ന ആ ഒരു സംഘം നമ്മൾ അങ്ങോട്ട് ഒട്ടിച്ചേരുകയാണ് ഓരോ ബന്ധത്തിലേക്കും. അപ്പം അതുകൊണ്ട് ഈ ഒരു ചിന്ത മനസ്സിൽ വന്നാൽ ഈ ഒട്ടൽ ഒഴിവാക്കാം, സ്നേഹിക്കാം, നിസ്വാർത്ഥരായിട്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഇതെൻ്റെ ഭഗവാൻ എനിക്ക് തന്ന ഒരു നിയോഗം, മക്കളെ വളർത്തുന്നതായാലും ഭർത്താവിനെ നോക്കുന്നതായാലും ഭാര്യയെ നോക്കുന്നതൊക്കെ ഒരു നിയോഗമായിട്ട് കണ്ട് ഒന്നിനോടും ഒട്ടിപ്പിടിക്കാതെ ജീവിക്കാൻ സാധിച്ചാൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ ഇങ്ങനെയൊക്കെയാണ്, ഇത്രയേ ഉള്ളൂ ഈ ലോകത്തിലെ ഈ കുടുംബവും ജീവിതവും ഒക്കെ. ഇനി പറയുന്നു, ഒരുപാട് ധനം ഉണ്ട് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ലക്ഷ്മിയും അസ്ഥിരയല്ലോ. അത് അസ്ഥിരമാണ്. ഈ കൊറോണ കാലം അത് നമ്മളെ തെളിയിച്ചു തരികയാണ്. ഇങ്ങനെയൊരു അവസ്ഥ വരുമെന്ന് ഒരു മനുഷ്യനും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല. എത്രയോ കോടീശ്വരന്മാരൊക്കെയാണ് തകർന്നു എന്ന് പറയുന്നത്. അത് താങ്ങാതെ ആത്മഹത്യ ചെയ്തവരേറെയാണ്. അപ്പം അവരൊന്നും സ്വപ്നത്തിൽ പോലും കരുതാത്ത ഒരു തിരിച്ചടിയാണ് ഈ ഒരു കാലം അവർക്ക് സമ്മാനിച്ചത്. സ്വാഭാവികമായി പണത്തിന് ബുദ്ധിമുട്ടുള്ളവർ അത് പിന്നെ അങ്ങനെ ശീലമായി എന്നെങ്കിലും വിചാരിക്കാം. പക്ഷേ കുറേ നാളായിട്ടിങ്ങനെ പണം വന്ന് കുമിഞ്ഞുകൂടുന്ന ആളുകൾ, അപ്പോൾ തീർച്ചയായും പുതിയ പുതിയ സ്ഥലത്തിൽ പുതിയ പുതിയ ബിസിനസ്സിലേക്ക് അവർ പണം ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ അപ്പോഴാണ് ഇങ്ങനെ ഒരു തിരിച്ചടി വന്നപ്പോൾ പലർക്കും അടിപതറിപ്പോയി. അതാണ് ലക്ഷ്മിയും അസ്ഥിരയല്ലോ. അത് സ്ഥിരമല്ല. അങ്ങനെ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കും, പക്ഷെ അത് സ്ഥിരമല്ല. മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും? യൗവനം സ്ഥിരമാണോ? ഇപ്പോൾ ഡൈയൊക്കെ അടിച്ച് പലരും കഷ്ടപ്പെട്ട് എപ്പോഴും ആ ഒരു യൗവനം ഇങ്ങനെ നിലനിർത്തണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ശരീരം, അതിന് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ശരീരത്തിൻ്റെ ചുളിവുകളെ കുറേയൊക്കെ നമുക്ക് മേക്കപ്പൊക്കെ ചെയ്ത് മാറ്റാം. എന്നാൽ പോലും ഒരു പ്രായം കഴിയുമ്പോൾ കഴുത്തൊക്കെ അത് നമുക്ക് ശരിക്കും വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. എങ്ങനെയൊക്കെ മുടി കറുപ്പിച്ചാലും ആ പ്രായം നമ്മുടെ മുഖത്ത് ഉണ്ടാവുക തന്നെ ചെയ്യും. അതാണ് യൗവനവും പുനരധ്രുവം. അതും ഒരിക്കലും ശാശ്വതമല്ലാത്തതാണ്. ഇനി സ്വപ്ന സമാനം കളത്ര സുഖം, ഈ സ്ത്രീ സുഖം അല്ലെങ്കിൽ രണ്ടു പേർക്കും തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ശാരീരിക സുഖം, ആ ഒരു ബന്ധത്തിലൂടെ കിട്ടുന്ന സുഖമാണ് ഏറ്റവും വലിയ സുഖം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതും സ്വപ്ന സമാനമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് അതൊരു സുഖമായിട്ടുള്ളൂ. അതാണ് സ്വപ്ന സമാനം കളത്ര സുഖം നൃണാം.
മനുഷ്യർക്ക് അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. ഇതൊക്കെ ആസ്വദിക്കണമെങ്കിൽ ആരോഗ്യം വേണം, ആയുസ് വേണം, പിന്നെ മനസ്സമാധാനം വേണം. അതൊന്നും ഈ ലോകത്ത് സ്ഥിരമല്ല. രാഗാദി സങ്കല്പമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ. നമ്മൾ ഉറക്കത്തിൽ ഇങ്ങനെ വളരെ വർണ്ണശബളമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്നത് പോലെ ഈ രാഗാദി സങ്കല്പം, രാഗം, ഇഷ്ടം കൊണ്ട് നമുക്ക് പ്രിയപ്പെട്ടവരുടെ കൂടെ ജീവിക്കണം എന്ന ആ ഒരു ഇഷ്ടം, അതിലൂടെ നമ്മളിങ്ങനെ ഒരു ലോകം സങ്കല്പിക്കുകയാണ്. അവരെന്നെ സ്നേഹിക്കുന്നു, ഞാൻ തിരിച്ച് സ്നേഹിക്കുന്നു, അങ്ങനെ ആ സ്നേഹത്തിലൂടെ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം, ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ സങ്കല്പിച്ചു കൂട്ടുന്ന ഈ സംസാരം ആകെ ഒന്ന് നിങ്ങൾ നിരൂപിക്കുകയാണെങ്കിൽ ഒരു സ്വപ്നം കണ്ട് തീരുന്നത് പോലെ അതങ്ങ് കഴിഞ്ഞു പോകുന്നു. ഒപ്പം ആ ഒരു ജീവിതത്തെ ഉപമിക്കുന്നത് ഓർക്ക ഗന്ധർവ നഗര സമം. ഗന്ധർവ നഗരം എന്ന് വെച്ചാൽ അതും ഒരു ഒരു നമ്മുടെ ഒരു ഭാവനാലോകം, അതാണ് ഗന്ധർവ നഗരം. ആ നഗരത്തിൽ മൂർഖന്മാർ, വിഡ്ഢികളായിട്ടുള്ള ഈ മനുഷ്യന്മാർ നിത്യം അനുക്രമിച്ചിടുന്നു. ഇതാണ് സുഖം, ഇവിടെ ഇങ്ങനെ രസിക്കുകയാണ് സുഖമെന്ന് വിശ്വസിച്ച് ആ മൂർഖന്മാരിങ്ങനെ ജീവിച്ചു പോകുന്നു. ഇനി എന്താണ് ചിന്ത? ആദിത്യദേവൻ ഉദിച്ചിതു വേഗേന. രാവിലെ ആയല്ലോ, രാവിലെ എന്താ കഴിക്കാൻ? അതെടുത്തു, കഴിച്ചു, ഉണ്ടാക്കി. ശരിക്കും സ്ത്രീകൾ, വീട്ടിലുള്ള സ്ത്രീകളുടെ ജോലി എന്താന്ന് ചോദിച്ചാൽ രാവിലത്തെ ഭക്ഷണം, ഉച്ചക്കത്തെ ഭക്ഷണം, പിന്നെ വൈകുന്നേരം, രാത്രി. ഇതാണ് അവരുടെ പ്രധാന ജോലി. വീട്ടമ്മമാർ മാത്രമായിട്ടിരിക്കുകയാണെങ്കിൽ ഉദരപൂരണം വേറെ ഒന്നുമല്ല. അപ്പൊ രാവിലെ ആയി, രാവിലെ എന്താ കഴിക്കാൻ? അങ്ങനെ വേഗേന ആദപ്പതിയിൽ മറഞ്ഞിതു സത്വരം. അങ്ങനെ ആ കടലിലേക്ക് മറഞ്ഞു, വൈകുന്നേരമായി. ഇനി രാത്രി എന്താ? നിദ്രയും വന്നു, ഉറങ്ങി. പിന്നീട് വീണ്ടും ഉദയശൈലോപരി, വീണ്ടും അതാ സൂര്യൻ ഉദിക്കുന്നു. വിദ്രുതം വന്നിതു, പിന്നെയും ഭാസ്കരൻ. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും അത് തന്നെ, ഒരു മാറ്റവുമില്ല. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ആരും ഓർക്കുന്നില്ല തൻ്റെ ആയുസ്സും ഇങ്ങനെ കുറഞ്ഞു വരികയാണെന്ന്. നേരത്തെ പറഞ്ഞ പോലെ ആ കാലമാകുന്ന പാമ്പിൻ്റെ വായയുടെ ഏത് ഭാഗത്താണ് നമ്മുടെ ശരീരം എത്തിയത് എന്ന് നമ്മൾ ആരും അറിയുന്നില്ല. എന്നിട്ടും ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇത്തം അതിഭ്രമമുള്ളൊരു ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല. അവരാരും ആയുസ് കുറയുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മൾ ഹാപ്പി ബർത്ത്ഡേ പറയുന്ന സമയത്ത് വയസ്സ് കൂടുന്നതിനെ കുറിച്ച് പറയും, അതേപോലെ അത്രയും വയസ്സ് കുറഞ്ഞിരിക്കുകയാണെന്ന് ആരും ചിന്തിക്കുന്നില്ല. കാലാന്തരം ആയുസ് പോകുന്നതേതും അറിവിയില്ല, മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. അങ്ങനെ ആണ്ട് ആ ഒരു സ്വപ്ന സമാനമായിട്ട് അങ്ങനെ പോവുകയാണ്. വാർദ്ധക്യമോട് ജരാനരയും പൂണ്ട് ചീർത്തമോഹേന മരിക്കുന്നിതു ചിലർ. ഇനി വാർദ്ധക്യം വന്ന് ജരാനരയൊക്കെ വന്ന്, എന്നാലോ മോഹത്തിന് വല്ല കുറവുണ്ടോ? അതൊട്ടില്ല താനും. മരണസമയത്തും ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ ആഗ്രഹം. അങ്ങനെ ആ ചീർത്ത മോഹവും കൊണ്ടാണ് മരിക്കുന്നത് പോലും. നേത്രേന്ദ്രിയം കൊണ്ട് കണ്ടിരിക്കെ പുനരോർത്തറിയുന്നില്ല മായതൻ വൈഭവം. കണ്ണൊക്കെ ഉണ്ട്, പക്ഷേ അതുകൊണ്ട് മായയുടെ വൈഭവമാണ് ഞാൻ ഈ കാണുന്നത് എന്ന് തിരിച്ചറിയുന്നില്ല. ഇത് മാത്രമാണ്. ഇപ്പോഴിത് പകൽ, ഇനി രാത്രിയാവുന്നു, പിൽപ്പാട് പിന്നെ പകലുമുണ്ടായി വരും, അങ്ങനെ നാളെയാകുന്നു. ഇപ്രകാരം നിരൂപിച്ച് മൂഢാത്മാക്കൾ. ഇത് തന്നെ, വേറെ എന്താ ചിന്ത ഇല്ലേ? കലണ്ടർ നോക്കുന്നു. ഇവിടെ പൂന്താനവും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. വന്നു ഓണം, കഴിഞ്ഞു വിഷു, വന്നില്ലല്ലോ തിരുവാതിര. കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം, അശ്വതി നാള്. ശ്രാദ്ധമുണ്ടഹോ വൃശ്ചിക മാസത്തിൽ, സദ്യയൊന്നും എഴുതല്ലിനിയെന്നും ഉണ്ണിയുണ്ടായി വേൾപ്പിച്ച് അതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവൂ ഞാനെന്നും. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് യുദ്ധം ഓരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവശിവ. ഇങ്ങനെ പൂന്താനവും പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണ്. അപ്പം
ഏത് തത്വഗ്രന്ഥം എടുത്താലും ഇത് തന്നെയാണ് നമ്മളോട് പറയാനുള്ളത്. പക്ഷെ ഇത് പറയുക, കേൾക്കുക എന്നല്ലാതെ ആരും ഇതൊന്നും ചിന്തിക്കുന്നില്ല എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഓരോ തത്വഗ്രന്ഥത്തിലൂടെയും നമ്മളോട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നിരൂപിച്ചു പോകുന്ന മൂഢാത്മാക്കൾ ഈ മായാലോകത്തിന് പുറകെയുള്ള ചിത്പുരുഷൻ ഗതിയേതുമറിയാതെ, ഈ മായാലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടൊരു സത്യസ്വരൂപനുണ്ട്, ആ കാലസ്വരൂപനാം ഈശ്വരൻ തന്നുടെ ലീലാവിശേഷങ്ങളാണ് ഇതൊക്കെ, ഇതൊന്നും ഓരായികയാൽ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുകയോ പറയുകയോ ചെയ്യാതെ ആമകുംഭ അമ്പു സമാനം ആയുസ്സുടൻ പോമതേതും ധരിക്കുന്നതില്ലാരുമേ. ആമകുംഭം എന്നാൽ ശരിയായ രീതിയിൽ ആ ചൂളയിൽ വെച്ച് ചുട്ടെടുക്കാത്ത പാത്രം. അങ്ങനെ ചുട്ടെടുക്കാത്തത് കൊണ്ട് തന്നെ അതിൽ വെള്ളം നിറച്ചാൽ വളരെ പെട്ടെന്ന് ആ കുടം പൊട്ടിപ്പോകും. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഈ ശരീരം. ഏത് നിമിഷവും പൊട്ടിപ്പോകാവുന്ന ഈ കുട സദൃശമായിട്ടുള്ള ശരീരത്തിലിരുന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ആയുസ് അത് ഏത് നിമിഷവും അത് പോയിപ്പോകും. അതേതും ഇതൊന്നും ആരും ധരിക്കുന്നതില്ല, ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇതിനൊക്കെ പുറമെ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്ന് ദേഹം നശിപ്പിക്കും ഏവനും നിർണയം. അങ്ങനെയുമുണ്ട് ഒരുപാട് ദുരിതങ്ങൾ, അതിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. വ്യാഘ്രിയെപ്പോലെ ജരയും അടുത്തു വന്ന് ആക്രമിച്ചിടും ശരീരത്തെ നിർണയം. ജരാനരകൾ, അപ്പോൾ നര വന്ന് നമ്മുടെ ശരീരമൊക്കെ ചുക്കിച്ചുളിയുന്നു, മുടിയൊക്കെ നരയ്ക്കുന്നു, ഒപ്പം ശരീരത്തിൻ്റെ ആ ഒരു പ്രതിരോധ ശക്തി കുറയുന്നു, ശരീരത്തിൻ്റെ ആ ഒരു ബലം കുറയുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് മറ്റുള്ളവരെ വീണ്ടും ആശ്രയിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ഒപ്പം മൃത്യുവും കൂടൊരു നേരം പിരിയാതെ. എപ്പോഴാ മൃത്യു വരിക എന്ന് പറയാൻ പറ്റില്ല, കാരണം അത് എപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഛിദ്രവും പാർത്തുള്ളിലിരിക്കുന്നു. നമ്മുടെ ആ സമയമാകുന്നത് കാത്ത് അങ്ങനെ ഉള്ളിലിരിക്കുകയാണ്. ദേഹം നിമിത്തം അഹം ബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്ന് ജന്തുക്കൾ നിരൂപിക്കും. എന്നാൽ ഈ ദേഹമാണ് ഞാൻ എന്ന് വിചാരിച്ച് അഹംബുദ്ധി കൊണ്ട്, ആ അഹങ്കാരമാണ് നമ്മുടെ ഉള്ളിലിരുന്ന് ഞാൻ വേറെ ഒരു വ്യക്തിയാണെന്ന് നമ്മളോട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്ന് ഈ മായയിൽപ്പെട്ട് മോഹിതരായിട്ട് ജന്തുക്കൾ ഇങ്ങനെ ഓരോന്ന് നിരൂപിക്കുകയാണ്. എന്താണ്? ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം അഹം ബ്രാഹ്മണഃ അഹം നരേന്ദ്രഃ അഹം ആഢ്യഃ. ഞാൻ ബ്രാഹ്മണകുലത്തിൽ ജനിച്ചവനാണ്, ഞാനൊരു ക്ഷത്രിയ കുലജാതനാണ്. അഹം ആഢ്യഃ, ഞാൻ ആഢ്യത്വമുള്ള കുലത്തിൽ ജനിച്ചതാണ് എന്ന് ആമ്രേഡിതം ഇങ്ങനെ പറഞ്ഞും മനസ്സിൽ അതിനെക്കുറിച്ച് അങ്ങനെ ഭാവിച്ചുമൊക്കെ കലർന്നീടും ദശാന്തരെ. ഇങ്ങനെയൊക്കെ ഏതിനെക്കുറിച്ചാണ് ഈ ചിന്തിക്കുന്നത്? ഈ ശരീരത്തെക്കുറിച്ച്. ഇതിനെ ചൂണ്ടിയാണ് ഈ പറയുന്നത് ഞാൻ ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ് എന്നൊക്കെ. എന്നാൽ അങ്ങനെ പോകുന്ന ദശാന്തരെ, അങ്ങനെ പോകുന്ന സമയത്ത് ഈ ശരീരം നിശ്ചലമായി കഴിഞ്ഞാൽ അത് ദഹിപ്പിക്കാതെയോ കുഴിച്ചിടാതെയോ നമ്മൾ വെറുതെ വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ഠിച്ചു പോകിലാം. ജന്തുക്കൾ അവരുടെ ഭക്ഷണമാക്കിയിട്ട് അത് വെറും ഒരു കാഷ്ഠതുല്യം ആയിത്തീരാം. ഇനി ഇത് ശരീരം കത്തിക്കുകയാണെങ്കിൽ വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. ഇനി കുഴിച്ചിടുകയാണെങ്കിലോ മണ്ണിന് കീഴായി കൃമികളായി പോകിലാം. ഇങ്ങനെയുള്ള ഈ ദേഹം നിമിത്തമാണ് ഈ പറയുന്ന ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്നൊക്കെ പറഞ്ഞങ്ങനെ ഭ്രമിച്ചങ്ങനെ നടക്കുന്നത്. അതുകൊണ്ട് പറയുന്നു, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ഈ മൃഗങ്ങൾക്ക് ഭക്ഷണമാകാൻ പോകുന്ന, വെന്തു വെണ്ണീറാകാൻ പോകുന്ന, മണ്ണിനടിയിൽ കിടന്ന് വെറും ഒരു കൃമിയായി തീരാൻ പോകുന്ന ഈ ശരീരത്തെക്കുറിച്ചോർത്ത് നന്നല്ല
മഹാമോഹം, അത് വേണ്ട. മാത്രമല്ല, എന്താണ് ഈ ശരീരം ഒന്ന് ആലോചിച്ചു നോക്കൂ. ത്വങ് മാംസ രക്ത അസ്ഥി വിൺമൂത്ര രേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. ത്വക്ക്, അതിനുള്ളിൽ മാംസം, അതിനുള്ളിൽ രക്തം, അസ്ഥി, പിന്നെ മലം, മൂത്രം, രേതസ്, ഇതിൻ്റെയൊക്കെ ഒരു സമ്മേളനമാണ്. പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ച വെറും ഒരു തോലിൻ്റെ ഉള്ളിൽ കുറേ മാംസക്കഷ്ണം, അതിൻ്റെ ഉള്ളിൽ കുറേ ചോര, ഇങ്ങനെയുള്ള ഈ ശരീരത്തെക്കുറിച്ചാണോ നിങ്ങളിങ്ങനെ അഢ്യോഹം ബ്രാഹ്മണോഹം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്? മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളോന്നിതധ്രുവം. മായാമയമായിട്ട് ഈ മായാലോകത്ത് ഈ ജീവന് ഇവിടെ ചില കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിനൊരു ഉപാധി വേണം. അതിനായിട്ടുള്ള ഒരു പുറംമോടി മാത്രമാണ്, ഒരു പുറന്തോട് മാത്രമാണ് ഈ ശരീരം. അങ്ങനെ ഈ ശരീരം ജനിച്ച് പിന്നീട് വളരുന്നു, പരിണമിക്കുന്നു. അങ്ങനെ പരിണാമിയായൊരു കായം, ഈ ശരീരം വികാരിയായുള്ളത്, വികാരമുള്ളതാണ്, മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. 2 വയസ്സുള്ള ഒരാളുടെ ഫോട്ടോ അല്ല 20 വയസ്സുണ്ടാകുമ്പോൾ. അപ്പോൾ അത് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നാണോ അർത്ഥം? അപ്പോൾ ഈ മാറുന്ന ശരീരമല്ല ഞാൻ എന്നതിന് ഏറ്റവും വലിയ തെളിവ് തന്നെ നമ്മൾ ഈ വളർച്ചയെ നോക്കിയാൽ മതി. ചെറുപ്പത്തിൽ ഞാൻ വേറെയായിരുന്നു, 20ാമത്തെ വയസ്സിൽ ഞാൻ വേറെ ഞാനായി, അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പോൾ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് അധ്രുവം. അതുകൊണ്ട് തന്നെ അതിനൊരു സ്ഥിരതയില്ല എന്ന് മനസ്സിലാക്കുക. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന. ഇപ്പോൾ ഇനി ലക്ഷ്മണനിലേക്ക് തന്നെ വരികയാണ്. ലക്ഷ്മണ, നീ ഇപ്പോൾ ഈ ആക്രോശിച്ചതൊക്കെ എങ്ങനെയാണ്? നിന്റെ ആ കായബലം കൊണ്ട്. ഒപ്പം ഈ ഞാൻ ഒരു ക്ഷത്രിയനാണ്, എനിക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല, ഇതൊക്കെ നിന്റെ ദേഹാഭിമാനമാണ്. ആ ദേഹാഭിമാനം നിമിത്തമായുണ്ടായ നിന്റെ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായികയെന്നറിക നീ ലക്ഷ്മണ. നിന്റെ അറിവില്ലായ്മയാണ് ഇപ്പോൾ നീ ഈ കാണിച്ചത്. അറിവുള്ള ഒരാൾ ഒരിക്കലും ഈ ശരീരം നിമിത്തമായിട്ട് താൻ എന്തോ ആണ് എന്ന് ചിന്തിക്കില്ല. അപ്പോൾ നിന്റെ അറിവില്ലായ്മയാണ് നിന്റെ ഈ ഒരു എടുത്തുചാട്ടത്തിന് കാരണം. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നിതോർക്ക നീ. ഈ ദേഹത്തെക്കുറിച്ച് അഭിമാനിച്ച് നടക്കുന്നവർക്ക് രോഷേണ വന്നു ഭവിക്കുന്നു ദോഷങ്ങളൊക്കവേ. എല്ലാ ദോഷങ്ങളും വരാൻ കാരണം ഈ ഒരു ദേഹാഭിമാനമാണ്. ഞാൻ എന്തോ ആണ് എന്ന ആ ഒരു ചിന്തയാണ് വരുന്നത്. ദേഹോഹം എന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും. അഹം ദേഹ, ഞാൻ ഈ ദേഹമാണ് എന്നുള്ള ആ ഒരു ബുദ്ധി, ആ ചിന്ത മനുഷ്യർക്ക് മോഹമാതാവ്. മോഹം എവിടെ നിന്നുണ്ടാകുന്നു? അപ്പോൾ അമ്മയിൽ നിന്ന് കുഞ്ഞുണ്ടാകുന്നു. അപ്പോൾ മോഹമാണ് കുഞ്ഞ്. ആ കുഞ്ഞിൻ്റെ അമ്മ ആരാണ്? മാതാവ് അവിദ്യ, അറിവില്ലായ്മയിൽ നിന്നാണ് ഈ മോഹമാകുന്ന കുഞ്ഞുണ്ടാകുന്നത്. അപ്പോൾ ദേഹമല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്ന്. അതേസമയം ഈ ദേഹത്തിൻ്റെ വികാരം നോക്കി തന്നെ ദേഹം മാറിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ ഒരിക്കൽ പോലും നമ്മുടെ ഉള്ളിൽ നമുക്ക് തോന്നിയിട്ടില്ല ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്. മാനസികമായ പക്വതയും അതൊക്കെ വേറെ കാര്യം. അതല്ലാതെ ഞാൻ എന്ന ഒരു ബോധം, അതിനൊരിക്കലും ഒരു മാറ്റം വന്നിട്ടില്ല. അപ്പോൾ ഈ മോഹമാതാവാകുന്ന അവിദ്യയാകുന്നത് ഞാൻ ഈ ദേഹമാണെന്ന ചിന്തയാണ്. എന്നാൽ ഞാൻ ആയത് ആത്മാവാണ്, ഈ ദേഹമല്ല എന്ന് ഓർക്കിൽ അത് മോഹയേകഹന്ത്രി, മോഹത്തെ നശിപ്പിക്കുന്ന ഉള്ളത് വിദ്യ കേൾ. അതാണ് യഥാർത്ഥ അറിവ്, ആത്മജ്ഞാനം. സംസാരകാരിണിയായത് അവിദ്യയും, സംസാരകാരിണിയായത് അവിദ്യയും
സംസാരനാശിനിയായത് വിദ്യയും. നിങ്ങൾ അജ്ഞാനത്തിലിരിക്കുന്നിടത്തോളം കാലം ഈ ലോകം സത്യമാണ്. അതാണ് സംസാരകാരിണി. നമുക്ക് ഈ സംസാരം ഉണ്ട് എന്ന തോന്നൽ ഈ അവിദ്യയാണ് ഉണ്ടാക്കുന്നത്, അറിവില്ലായ്മയാണ്. എന്ന് നിങ്ങളിൽ വിദ്യ, ആ ഒരു ആത്മജ്ഞാനം ഉണ്ടാകുന്നു, അത് ഈശ്വരൻ, ആ ഒരു പരമാത്മാവ് എന്നത് സൂര്യനാണ്. ആ സൂര്യനുള്ളിൽ പ്രകാശിക്കുമ്പോൾ സംസാരനാശിനി, അത് ഈ ലോകമാകുന്ന ഇരുട്ടിനെ മുഴുവൻ ഇല്ലാതെയാക്കുന്നു. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ, നീ ഒരു മോക്ഷാർത്ഥിയാണെങ്കിൽ നിനക്ക് ഈ പറഞ്ഞ പോലെ സംസാരനാശനം വേണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വിദ്യാഭ്യാസം, വിദ്യ അഭ്യസിക്കുക. ഏത് വിദ്യ? ആത്മവിദ്യ അഭ്യസിക്കുക ഏകാന്തചേതസ. കാരണം ഈ ഒരു വിദ്യ ഇത് വളരെ അപൂർവമായിട്ട് മാത്രമേ ചില ആളുകൾക്ക് ഉള്ളിൽ തോന്നുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് കൂട്ടത്തിൽ പഠിപ്പിക്കേണ്ട ഒരു വിദ്യയല്ല, അത് സാധനയും അതെ, അത് തനിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഏകാന്തചേതസ ചെയ്യുക വേണ്ടുന്നതും. മാത്രമല്ല ഇവിടെ ഈ ലോകത്ത് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് തത്ര കാമക്രോധ ലോഭ മോഹാദികൾ. ആദ്യം ആഗ്രഹം, ആ ആഗ്രഹം സാധിക്കാതെ വരുമ്പോഴുണ്ടാവുന്ന ക്രോധം, ഇനി സാധിച്ചു കഴിഞ്ഞാൽ ലോഭം. തനിക്ക് കുറെ കിട്ടി, പക്ഷെ അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് വിചാരിച്ച് അതിങ്ങനെ പിടിച്ചു വെക്കാനുള്ള ഒരു ചിന്ത, അതാണ് ലോഭം. എന്നാൽ മോഹമൊട്ട് തീരുന്നുമില്ല. അങ്ങനെ ഇത് വീണ്ടും വീണ്ടും വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഈ ഒരു ചിന്ത നമ്മളെ ഈ സംസാരത്തിലേക്ക് വീണ്ടും വീണ്ടും അടുപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ ശത്രുക്കളാകുന്നത് ഈ കാമക്രോധ ലോഭ മോഹാദികളാണ് എന്നും അറിയുക നീ. ഇതാണ് മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളതിൽ ക്രോധമറികടോ. ക്രോധത്തിൻ്റെ പുറകെ വരുന്നതാണ് ബാക്കി എല്ലാം. അപ്പോൾ ഈ ക്രോധം അങ്ങനെ മുകളിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പുകമറ പോലെയാണ്, നമ്മൾ ഈ കലക്കവെള്ളം പോലെയാകും നമ്മുടെ മനസ്സ്. അപ്പോൾ അവിടെ ഒരിക്കലും ഒരു ശാന്തി ലഭിക്കുകയില്ല. മാതാ പിതൃ ഭ്രാതൃ മിത്ര സഖികളെ, ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മയെന്ന് നോട്ടമില്ല, അച്ഛൻ, ഭ്രാതാവ്, മിത്രം, സഖികൾ, ഇങ്ങനെ ആരെ വേണമെങ്കിലും. കാരണം ഏത് രീതിയിലുമാകാം ഈ ക്രോധം വരുന്നത്. സ്വാർത്ഥത കൊണ്ടുവരാം, അസൂയ കൊണ്ടുവരാം, അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും രീതിയിൽ അപമാനിച്ചു എന്ന രീതിയിൽ വരെ മറ്റുള്ളവരെ കൊല്ലുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏത് രീതിയിലാണ് ക്രോധം വരിക എന്ന് പറയാൻ പറ്റില്ല. അത് വന്നു കഴിഞ്ഞാൽ ബുദ്ധിനാശമാണ്. ഇത് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ക്രോധം നിമിത്തം ഹനിക്കുന്നു, ഇവരെയൊക്കെ കൊല്ലാൻ മടിക്കുന്നില്ല പുമാൻ. എന്നാൽ ഈ ക്രോധം ഏത് ഭാവവും നമുക്ക് കുറച്ച് നേരത്തേക്കേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ചെയ്തു കഴിഞ്ഞാലാണ് ക്രോധമൂലം മനസ്താപമുണ്ടായി വരും. കാരണം ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ ആ ക്രോധമൊക്കെ അങ്ങോട്ട് തണുക്കും. അപ്പോഴാണ് താൻ ചെയ്തു പോയ ആ ഒരു ദുഷ്കർമ്മത്തെക്കുറിച്ചുള്ള ചിന്ത വരിക. അങ്ങനെ മനസ്താപമുണ്ടായി വരും. ക്രോധമൂലം നൃണാം സംസാരബന്ധനം. ഈ ക്രോധം തന്നെയാണ് ഈ ആളുകളെ ഈ ലോകത്തിലേക്ക് ബന്ധിക്കുന്നത്. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം. അവനവൻ്റെ സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോൾ പോലും അതിന് ഒരു ക്ഷയം സംഭവിക്കുന്നതും ഈ ക്രോധം കാരണമാണ്. ക്രോധം പരിത്യജിക്കേണം ബുദ്ധജനം. അതുകൊണ്ട് പണ്ഡിതന്മാരായിട്ടുള്ള അറിവുള്ള വിവേകപൂർവമായിട്ട് ഇവിടെ ഈ ലോകത്ത് ജീവിക്കാൻ ആദ്യം നമ്മൾ ഉപേക്ഷിക്കേണ്ടത് ക്രോധമാണ്. ക്രോധമല്ലോ യമനായത് നിർണയം. യമൻ തന്നെയാണ്, അതായത് അവനവനെയും മറ്റുള്ളവരെയും നശിപ്പിക്കുന്നു നമ്മുടെ ക്രോധം. ഒപ്പം പറയുന്നു വൈതരണ്യാഖ്യയാകുന്നത് തൃഷ്ണയും. തൃഷ്ണ എന്നാൽ എത്രയൊക്കെ അനുഭവിച്ചാലും തീരാത്ത മോഹമാണ് തൃഷ്ണ. ഈ വൈതരണ്യ എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് നമ്മൾ നരകത്തിലേക്കുള്ള യാത്ര മരണശേഷം തുടങ്ങിക്കഴിഞ്ഞാൽ
അവിടെ ആ നരകത്തിൻ്റെ പടിവാതിൽക്കൽ എത്തുന്നതിന് മുമ്പുള്ള ഒരു നദി ആണ് വൈതരണി. ഈ വൈതരണി എന്ന് പറഞ്ഞാൽ അതൊരു ചോരയും ആകെ നമുക്ക് അത് കേൾക്കുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നും. അപ്പം അത് അങ്ങോട്ട് കടക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്നാണ്. പുണ്യം ചെയ്തവർക്ക് മാത്രമേ അത് അങ്ങോട്ട് കടക്കാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പം അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള ഒന്നാണ് വൈതരണി. ഇതേപോലെയാണ് ഉള്ളിലെ ആ തൃഷ്ണ അങ്ങോട്ട് ഇല്ലാതാക്കാൻ അത്രയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ക്രോധം നമ്മുടെ മനസ്സിൽ നേരത്തെ പറഞ്ഞു അതൊരു പുകമറ പോലെയാണ്, അല്ലെങ്കിൽ ഈ കലക്കവെള്ളം പോലെയാണ്. അപ്പം നമ്മൾ പെട്ടെന്നൊരു കാര്യം കേട്ട് അങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ മനസ്സാകെ ഇളകി മറിയുന്നു. ഒന്നും ഒരു തീരുമാനമെടുക്കാൻ പോലും പറ്റുകയില്ല. അതേസമയം നമ്മൾ വളരെ സാവധാനത്തിൽ എന്തെങ്കിലും ഒരു കാര്യം, ഒരുപക്ഷെ നമ്മുടെ കൂടെയുള്ളവർക്ക് ഒരു അബദ്ധം പറ്റിപ്പോയാൽ എടുത്തു ചാടി അവരെ വഴക്ക് പറയാതെ സാരമില്ല, നമുക്ക് എന്താ വഴിയെന്ന് നോക്കാം എന്ന രീതിയിൽ മനസ്സൊന്ന് ശാന്തമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പം അതിനൊരു പരിഹാരമുണ്ടാകും. പരിഹാരമില്ലാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ട് പരിഹാരം കാണാൻ സാധിക്കുന്നില്ല? അപ്പോഴേക്ക് അങ്ങോട്ട് ദേഷ്യം പിടിച്ച് അങ്ങോട്ട് ഇളകി മറിയുകയാണ്. അപ്പോൾ ആ പരിഹാരം നമ്മുടെ ഉള്ളിൽ അവ്യക്തമാകുന്നു. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് ക്രോധം വന്നു കഴിഞ്ഞ് പിന്നീടുള്ള സമയത്ത് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കണം. ഇതുകൊണ്ട് ഞാൻ എന്ത് നേടി, ഈ ക്രോധം കൊണ്ട് എനിക്ക് എന്ത് നേട്ടമുണ്ടായി എന്ന് സ്വയം മനസ്സിനെ പഠിപ്പിച്ചെടുത്തിട്ട് അങ്ങനെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. എങ്കിൽ മാത്രമേ ഈ ക്രോധം ഇല്ലാതെയാകുള്ളൂ. ഒപ്പം നമ്മുടെ ആഗ്രഹങ്ങളെയും ഒന്ന് വരുതിക്ക് വരുത്താൻ സാധിക്കണം. ഇങ്ങനെയൊക്കെ മാത്രമേ നമുക്ക് ക്രോധം ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി പറയുന്നു, സന്തോഷമാകുന്നത് നന്ദനം വനം. സ്വർഗം എന്ന് വെച്ചാൽ ആ സ്വർഗത്തിലെ ഉദ്യാനമാണ് നന്ദനം. നന്ദനവനം എന്ന് വെച്ചാൽ എന്താണ്? ആത്മസംതൃപ്തിയോടെ സന്തോഷത്തോടെ ഇവിടെ എല്ലാവരെയും സ്നേഹിച്ച് അങ്ങനെ ജീവിച്ചാൽ അത് തന്നെയാണ് നന്ദനം വനം. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു തരത്തിൽ സ്വർഗവും നരകവും ഈ ഭൂമിയിൽ നിങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നു എന്നാണ്. അപ്പൊ സ്വർഗം നരകം ഇങ്ങനെ വേറെ ലോകങ്ങളുണ്ട്. പക്ഷേ ഈ ഭൂമിയിലെ ജീവിതം നമ്മൾ പലപ്പോഴും നരകതുല്യമാക്കുന്നത് നമ്മുടെ ഈ ഇത്തരം സ്വഭാവ വൈകല്യങ്ങളാണ്. അപ്പൊ അതിനെ മാറ്റിയെടുക്കാൻ നമ്മൾ തന്നെ പ്രയത്നിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ സന്തതം ശാന്തി, നമ്മുടെ ഉള്ളിൽ ഒരു ശാന്തി ഉണ്ടാകുമ്പോൾ തന്നെ അത് കാമസുരഭി കേൾ, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ കാമസുരഭി, കാമധേനു എന്നാൽ നമ്മുടെ ഏത് ആഗ്രഹവും സാധിപ്പിച്ച് തരുന്ന ഒന്നാണ്. അപ്പോൾ മനസ്സിന് ഒരാഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഒരു സംതൃപ്തിയാണ്. ഇപ്പം സാധാരണ ഈ ലൗകിക ലോകത്ത് നിന്ന് കിട്ടുന്ന സംതൃപ്തി താൽക്കാലികമാണെങ്കിലും ഇത്തരത്തിൽ മനസ്സിൽ നിന്ന് ഈ കാമക്രോധാദികളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മനസ്സെന്നും ശാന്തമായിട്ടിരുന്നാൽ എപ്പോഴും ഒരു തൃപ്തിയാണ്. അപ്പം അതാണ് അതിനെ കാമധേനുവിനോട് ഉപമിക്കാൻ കാരണം. അതുകൊണ്ട് പറയുന്നു, ചിന്തിച്ചിട്ട് നന്നായിട്ട് ചിന്തിക്കുക. ഇതിനെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ അതിനെക്കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ ലക്ഷ്മണനോട് പറയുന്നു, ചിന്തിച്ച് ശാന്തിയെ തന്നെ ഭജിക്ക നീ. എപ്പോഴും ശാന്തമായിരിക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. അങ്ങനെ ആയാൽ സന്താപം എന്നാൽ ഒരു ജാതിയും വരാം, ദുഃഖം എന്നൊന്നും ഉണ്ടാവുകയേ ഇല്ല. ദേഹ ഇന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്തമേലെ, ഇതിനൊക്കെ അപ്പുറത്താണ് വസിപ്പത് ആത്മാവ് കേൾ. ഇതിനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് ആ ജീവാത്മാവിരിക്കുന്നു. ആ ജീവാത്മാവാകട്ടെ ശുദ്ധ സ്വയം ജ്യോതിഹി ആനന്ദപൂർണമായിട്ട്, അത് സ്വയം ജ്യോതിസാണ്. അതുകൊണ്ട് തന്നെ ആനന്ദിക്കാൻ പുറമേക്ക് ഒന്നിനെയും ആശ്രയിക്കേണ്ടതില്ല. അതിനാൽ ആനന്ദപൂർണമായി തത്വാർത്ഥമായി തത്വത്തെ അറിയിക്കുന്നതാണ് ഈ ജീവാത്മാവ്. നിരാകാരമായി, അതിന് പ്രത്യേകിച്ചൊരു ആകാരമില്ല, നിത്യമായി എന്നും ഇവിടെ ഉള്ളതാണ്. നിർവികൽപ്പം,
രണ്ടില്ലാത്തത്, വികൽപ്പം, അതോ ഇതോ എന്നുള്ള ആ ഒരു ഭേദമില്ലാത്തത്, പരം നിർവികാരം, ശരീരത്തിനുണ്ടാകുന്ന പോലെ ഒരു മാറ്റം ഇല്ല അതിന്, ഘനം, എപ്പോഴും സാന്ദ്രമാണ്, അതിങ്ങനെ മുറ്റി നിൽക്കുക, ആനന്ദം മുറ്റി നിൽക്കുന്നതാണ്. സർവ ഏക കാരണം, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഏക കാരണമായിട്ടിരിക്കുന്നു. ആ കാരണം തന്നെ സർവ ജഗന്മയം, ഈ പ്രപഞ്ചം തന്നെ ആയിരിക്കുന്നത് ആ പരമാത്മസ്വരൂപമാണ്. സർവ ഏകസാക്ഷിണം, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ സാക്ഷിയായിട്ടിരിക്കുന്നത് സർവജ്ഞം, സർവജ്ഞനായിട്ടുള്ള എല്ലാം അറിയുന്ന ഈശ്വരം. ആ ഈശ്വരനെ തന്നെ സർവദാ എല്ലായ്പ്പോഴും ചേതസി ഭാവിച്ചു കൊള്ളുക. നീ നിന്റെ മനസ്സിൽ എപ്പോഴും ആ ചൈതന്യത്തെക്കുറിച്ച് ഓർക്കുക. നശിക്കുന്ന ഈ ലോകത്തെ മറക്കുക, അതിനെ ഭാവന ചെയ്ത് അതിനെ വളർത്താതിരിക്കുക. സാരജ്ഞനായ നീ കേൾ, സുഖദുഃഖദം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രാരബ്ധവശാൽ ഈ ലോകത്ത് അനുഭവിക്കേണ്ടതായിട്ടുള്ള കുറെ കർമ്മങ്ങളുണ്ട്, അത് നമ്മെ തേടി വരും. അപ്പോൾ അത് മാത്രം ചെയ്യുക, അത് ചെയ്യണം. അത് സുഖദുഃഖദമാണ്. ഭഗവാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ ഈ ലോകത്ത് വന്നു കഴിഞ്ഞാൽ ചില ഫലങ്ങൾ സുഖം തരുന്നു, ചില ഫലങ്ങൾ ദുഃഖം തരുന്നു. അതിനെ മാറ്റാൻ ഒരാൾക്കും സാധ്യമല്ല. അത് നിങ്ങൾ അനുഭവിക്കുക തന്നെ വേണം. എന്നാൽ എങ്ങനെ അനുഭവിക്കണം? കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ, കർത്തവ്യം ചെയ്തിരിക്കേണ്ടതൊക്കവേ നിർമായം, അതിനോട് ഒട്ടലില്ലാതെ. ഭഗവത്ഗീതയിൽ പറയുന്ന കർമ്മണ്യേവധികാരസ്തേ മാ ഫലേഷു കദാചന, അത് തന്നെയാണ് ഇവിടെ ശ്രീരാമചന്ദ്രനും പറയുന്നത്. നിർമായം, അതിനോട് ഒട്ടിപ്പിടിക്കാതെ ആചരിച്ചിടുകെന്നേ വരൂ. കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ, ആ ചെയ്യുന്ന കർമ്മങ്ങളോടൊന്നും ഒട്ടാതെ, കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ, ഒരാഗ്രഹവും ഇല്ലാതെ, കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം, എങ്ങനെയാണോ നീ ചെയ്യാൻ ആ ഈശ്വരൻ വിധിക്കുന്നത് അങ്ങനെ പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ച് ചെയ്യണം. എല്ലാം കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഇങ്ങനെ ഒരു സമർപ്പണ ഭാവത്തോടെ ചെയ്യുന്ന തെറ്റുപോലും ഭഗവാന് സമർപ്പിക്കാമെന്നാണ്. അങ്ങനെ സമർപ്പിച്ച് ചെയ്യുമ്പോൾ പിന്നീട് ഒരു തെറ്റും ചെയ്യാൻ തോന്നുകയില്ല. ആ വാസന പോലും എരിഞ്ഞു പോകും. അങ്ങനെ പരബ്രഹ്മണി എല്ലാം ആ ഭഗവാനിൽ നിത്യേ സമർപ്പിച്ച് ചെയ്യണം. ഇങ്ങനെ സമർപ്പിക്കുമ്പോഴെന്താവുന്നു? നമ്മുടെ ഫലങ്ങൾ മുഴുവൻ ഭഗവാന് സമർപ്പിക്കുകയാണ്. അങ്ങനെ ആവുമ്പോൾ നിർമ്മലമായുള്ള ഒരാത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ, ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മവും ഭഗവാനെ നിനക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഭഗവാൻ ഏറ്റെടുക്കുകയാണ്. എന്നാൽ ആ കർമ്മം ഭഗവാനെ അതിനോട് ഒട്ടിക്കുമോ? അതുമില്ല. കാരണം കർമ്മങ്ങളൊന്നുമേ ആ നിർമ്മലമായുള്ള ആത്മാവ് തന്നോട് പറ്റുകയില്ല, ഒട്ടിച്ചേരുകയില്ല. ഞാൻ ഈ പറഞ്ഞതെല്ലാമേ ധരിച്ച് തത് ജ്ഞാനസ്വരൂപം വിചാരിച്ച് സന്തതം, ഇതിനെക്കുറിച്ച് വിചാരം ചെയ്യണം. അല്ലാതെ വെറുതെ കേട്ടാൽ മാത്രം പോരാ. അങ്ങനെ വിചാരം ചെയ്ത് മാനത്തെയൊക്കെ, ഈ അഭിമാന ചിന്ത, ഈ ശരീരം നിമിത്തമായിട്ടുള്ള അഭിമാന ചിന്തയെ ഒക്കെ ത്യജിച്ച്, അതിനെ ഉപേക്ഷിച്ചിട്ട് നിത്യം എല്ലായ്പ്പോഴും പരമാനന്ദം ഉൾക്കൊണ്ട്, കാരണം ഓരോരുത്തരും ആ ആനന്ദ സ്വരൂപൻ തന്നെയാണ് എന്ന ആ ഒരു ചിന്ത ഉൾക്കൊണ്ട് മായാവിമോഹങ്ങൾ, മനസ്സിലുണ്ടാകുന്ന ഈ ഒരു മായാഭ്രമമൊക്കെ മാനസത്തിങ്കൽ നിന്നാശു കളക നീ അതൊക്കെ ദൂരെ കളയുക. ഇതൊക്കെ സങ്കല്പം കൊണ്ടാണ്. കളയുന്നതും സങ്കല്പമാണ്, സ്വീകരിക്കുന്നതും സങ്കല്പമാണ്. മാത്രമല്ല പറയുന്നു, മാനമല്ലോ പരമാപദാമാസ്പദം. നിങ്ങളുടെ എല്ലാ ദുഃഖത്തിനും കാരണം ഈ
അഭിമാന അപമാന ബോധമാണ്. ഇതിനെ കളഞ്ഞാൽ തന്നെ ഇതാണ് ആപദാം, എല്ലാ ആപത്തുകളുടെയും ദുഃഖത്തിൻ്റെയും പരമമായിട്ടുള്ള ആസ്പദം, ഇരിപ്പിടം. അപ്പം ആദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് കളയേണ്ടത് ഈ ശരീരം കാരണമായിട്ട് നമ്മൾ കൊണ്ട് നടക്കുന്ന കുറേ വേണ്ടാത്ത ഓരോ അഭിമാന ചിന്തകളുണ്ട്. ഞാൻ അതാണ്, ഞാൻ ഇതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. അപ്പം ഈ ചിന്ത അങ്ങോട്ട് ദൂരെ കളഞ്ഞാൽ തന്നെ ആനന്ദം പരമാനന്ദം എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം ഈ അഭിമാന ബോധമാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. അതിനെയാണ് നമ്മൾ ആദ്യം ദൂരെ കളയേണ്ടത്.